സംശയം വേണ്ട. അല്ല, ഞാൻ അത് പോകുന്നില്ലല്ലോ, ഞങ്ങൾ തന്നെ പല പ്രാവശ്യം. അതായത് ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് ഒരു രാഷ്ട്രീയ രക്ഷാകർതൃത്വമുണ്ട്. നിങ്ങൾ ആലപ്പുഴ, കൊല്ലം ജില്ലകളിലേക്ക് ഒന്ന് അന്വേഷിച്ച് നോക്കിയേ. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ മാഫിയയെ ലോക്കലായിട്ട് പ്രൊട്ടക്ട് ചെയ്യണം. ഞാൻ പൊളിറ്റിക്കൽ പേട്രണേജ്, രാഷ്ട്രീയ രക്ഷാകർതൃത്വം എന്നുള്ള വാക്ക് സൂക്ഷ്മതയോടുകൂടിയാണ് ഉപയോഗിച്ചത്, വെറുതെ പറഞ്ഞല്ല. ഞങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞാണ്, നിയമസഭയിൽ പറഞ്ഞ വാക്കാണ് ഞാൻ പുറത്തു പറയുന്നത്. ഉണ്ട്, അതിന്റെ സംരക്ഷണമുണ്ട്. അതാണ് അപകടത്തിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ ഇന്നലെ കഴിഞ്ഞ ദിവസം UDF യോഗത്തിന് ശേഷം UDF കൺവീനർ പറഞ്ഞത് കേരളത്തിലെ ക്യാമ്പസുകളിലും പൊതുസമൂഹത്തും DYFIയും SFIയുമാണ് ഇതിന്റെ എല്ലാം നേതൃത്വം നൽകുന്നതെന്ന് പറഞ്ഞിരുന്നു അദ്ദേഹം. പക്ഷെ ഇന്നലെ SFI നേതൃത്വം പറഞ്ഞത് വലിയ പ്രചരണം നടത്തുന്നത് ഈ DYFIയും അതുപോലെ SFIയും മാത്രമാണ്. കോൺഗ്രസ് ബോധപൂർവം ഇതിൽ SFIയെ വലിച്ചിഴയ്ക്കുന്നു എന്നാണ് അവർ പറയുന്നത്. എത്ര കേസുകളിൽ SFI ഇൻവോൾവ് ആണ്? സിദ്ധാർത്ഥന്റെ കേസ്, മെഡിക്കൽ കോളേജിലെ കേസ്, യൂണിവേഴ്സിറ്റിയിലെ കേസ്, ഞാൻ ഒരു ഡസൻ കേസ് എടുത്തുതരാം. ഒരു ഡസൻ കേസുകളെ എടുത്തുതരാം. ആലപ്പുഴ ജില്ലയിലെ വിവിധ സംഭവങ്ങൾ ഒരു ഡസൻ കേസ് ഞാൻ എടുത്തുതരാം. ഇവർ ഇൻവോൾവ് ആയിട്ടുള്ള, പരസ്യമായിട്ടുള്ള, പുറത്തറിഞ്ഞിട്ടുള്ള കേസ്. പല കേസുകളിലും ഈ ഹോസ്റ്റൽ അതോറിറ്റീസ് മറച്ചു വയ്ക്കുകയാണ്, കോളേജ് അതോറിറ്റീസും മറച്ചു വയ്ക്കുകയാണ്, രക്ഷകർത്താക്കളും മറച്ചു വയ്ക്കുക. കാരണം കുട്ടികളുടെ ഭാവി ഓർത്തും ഈ സ്ഥാപനങ്ങളുടെ റെപ്യൂട്ടേഷൻ ഓർത്തും മറച്ചു വയ്ക്കുക. അതുകൊണ്ടാണ് പുറത്തു വരാത്തത്. വ്യാപകമായി നടക്കുകയാണ്. അവർക്ക് ഡോമിനൻസ് ഉള്ള ക്യാമ്പസുകളിൽ അവരിതിന്റെ ഏജന്റുമാരായി മാറുന്നുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റില്ല, ഉണ്ട്. ഞങ്ങളുടെ വിലയിരുത്തലാണ്. ഞങ്ങളിത് പുറത്ത് അല്ല, അസംബ്ലിയിലും പറഞ്ഞിട്ടുണ്ട്, പുറത്തും പറഞ്ഞിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. അല്ല, പിടിച്ചതിന്റെ ഞാൻ പറഞ്ഞില്ലേ, പിടിച്ചതിലെല്ലാം ഈ കൺസ്യൂമേഴ്സിന്റെ കയ്യിൽ നിന്നാണ്, ചെറിയ ഗ്രാമമുള്ള ആളുകളിൽ നിന്നാണ് പിടിച്ചിരിക്കുന്നത്. സോഴ്സ് എവിടെ പിടിച്ചിരിക്കുന്നത്? ആകെ ഒരു കേസാണ് പറഞ്ഞത്. സപ്ലൈ ചെയ്യാനും ബ്രേക്ക് ചെയ്യണ്ടേ? പണ്ട് നമ്മൾ സ്പിരിറ്റ് എങ്ങനെ അവസാനിപ്പിച്ചത്? കേരളത്തിലേക്ക് വ്യാപകമായി സ്പിരിറ്റ് വന്നിരുന്ന ഒരു കാലത്ത് ആ സ്പിരിറ്റ് എങ്ങനെയാണ് അവസാനിപ്പിച്ചത്? സ്പിരിറ്റ് കൊണ്ടുവരുന്ന ആളുകളെ, അവിടെ നിന്ന് കൊടുത്തുവിടുന്ന ആളുകളെ വരെ ആ ഒരു സപ്ലൈ ചെയിൻ ഉണ്ട്. നേരത്തെ പറഞ്ഞത്, അത് ഒറിജിനേറ്റ് ചെയ്യുന്ന സ്ഥലം വരെ ആളെ പിടിച്ച് അകത്തിട്ടപ്പോഴാണ് കേരളത്തിലേക്ക് പിന്നെ സ്പിരിറ്റ് സപ്ലൈ വേണ്ടാന്ന് തീരുമാനിച്ചത്. കേരളത്തിലേക്ക് ഡ്രഗ് സപ്ലൈ വേണ്ട എന്ന് ഇത് സപ്ലൈ ചെയ്യുന്ന ആളുകൾ തീരുമാനിക്കണമെങ്കിൽ അതിൽ കുറെ പേര് അകത്തു പോകണം. അതിൽ ആരാ അകത്ത് പോയേക്കണേ? അല്ല, ഇപ്പൊ കഴിഞ്ഞ ദിവസം കേസ് വെറുതെ വിട്ടില്ലേ? ഞങ്ങൾ അസംബ്ലി ചോദിച്ചു, വെറുതെ വിട്ടില്ലേ? വിദേശികൾ ഉൾപ്പെടെയുള്ള കേസ്, എറണാകുളത്ത് നിന്ന് പരസ്യമായിട്ട് പിടിച്ച കേസ്. എന്താ കോടതി പറഞ്ഞത്? കൊക്കൈൻ കേസ് പ്രോപ്പറായിട്ടുള്ള പ്രോസിക്യൂഷൻ നടപടികൾ എടുത്തില്ല. ഈ പോലീസിന്റെ എക്സൈസിന്റെ നടപടി എന്ന് പറയുന്നത് പിടിച്ചാൽ മാത്രം പോരാ, പിടിച്ച് പത്രത്തിൽ വാർത്ത കൊടുത്താൽ പോരാ. പിടിച്ച് പത്രത്തിൽ വാർത്ത കൊടുത്ത് അതിന്റെ എവിഡൻസ് കൊടുത്ത് സബ്സ്റ്റൻസ് ഹാജരാക്കി പ്രൂവ് ചെയ്ത് NDPS ആക്ട് അനുസരിച്ച് പ്രൂവ് ചെയ്ത് അവരെ ജയിലാക്കണ്ടേ? അല്ലെങ്കിൽ പിന്നെ അവർക്ക് വിട്ടുപോകാന്ന് കണ്ടു കഴിഞ്ഞാൽ ആർക്കാ പേടിയുണ്ടാവുന്നത്? ഇത് അപകടത്തിലാണ് കേരളം. പൊളിറ്റിക്കൽ പാട്രണേജ് എന്ന് പറഞ്ഞാൽ അതിന് എന്താണ്? അതായത് അവർക്ക് സംരക്ഷണം കൊടുക്കുന്നുണ്ട് ഈ മാഫിയക്ക് പല സ്ഥലത്തും. CPM ഉണ്ട്, ഗവൺമെന്റ്. അല്ലാതെ ഇപ്പൊ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂലല്ലോ. ഗവൺമെന്റ് സൈഡിലിരിക്കുന്ന റൂളിംഗ് പാർട്ടിയാണ് രാഷ്ട്രീയ രക്ഷാകർതൃത്വം കൊടുക്കുന്നത്. ഈ വാക്ക് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാണ്, അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്, അന്വേഷിച്ചിട്ട് പറഞ്ഞിട്ടാണ്, ഉത്തരവാദിത്ത ബോധത്തോടുകൂടി പറഞ്ഞതാണ്. അതൊന്ന് വിട്ടുനോക്കിയേ. സംരക്ഷിക്കുന്നുണ്ട് പൂർണ്ണമായിട്ട്. അതുകൊണ്ടാണ് മടി പിടിക്കുന്നത്, പല സ്ഥലത്തും മടി പിടിക്കുന്നത്. എന്നിട്ട് കുറെ കേസ് റിപ്പോർട്ട് ചെയ്തിട്ട് കുറെ അവിടെ ഇവിടെ ഇരിക്കുന്ന പിള്ളേരെ പിടിച്ചിട്ട് പറയാണ് കേസ്, ഇത്ര കേസിന്റെ നമ്പർ കൂട്ടി കാണിക്കുക. 2022 ഞങ്ങളിത് കൊണ്ടുവരുന്നതിന്റെ എത്ര ഇരട്ടിയായി കേരളത്തിൽ വർദ്ധിച്ചു. ഇപ്പൊ ആളുകൾ പറയാണ്, നിങ്ങൾക്കറിയാലോ, 15 മിനിറ്റിനകം ആർക്ക് വേണമെങ്കിലും സാധനം കിട്ടും. അത്ര അവൈലബിലിറ്റിയാണ്. ഇത് കേരളത്തിൽ ഉണ്ടാക്കുന്ന സാധനമല്ല. അത് മന്ത്രി അവകാശപ്പെടുന്നത് കഞ്ചാവിന്റെ ഉപഭോഗം കുറഞ്ഞു. ശരിയാണ്, കഞ്ചാവ് അല്ല ഇപ്പൊ അടിക്കണം, മറ്റേ സാധനം അടിക്കണം. MDMA കെമിക്കലും അടിക്കുന്നത്. കഞ്ചാവിന്റെ ഉപഭോഗം കുറച്ചെന്നും അറിയാം. സിന്തറ്റിക് മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുന്നത്. കഞ്ചാവിന്റെ ഉപഭോഗം കുറയാൻ കാരണം മറ്റേതിന്റെ ഉപഭോഗം കൂടിയെന്നാണ്. അതാണ് സത്യം, യാഥാർത്ഥ്യം അതാണ്. ഒരു കാര്യം കൂടി, ഈ ആശാ വർക്കർമാരുടെ സമരം ഇന്ന് 20 ദിവസമായപ്പോൾ ഇന്നലെ സർക്കാർ ഒരു ഓർഡർ ഇറക്കിയിരിക്കുകയാണ്. പുതിയ ആശാ വർക്കർമാരെ നിയമിക്കാനും അവർക്ക് പരിശീലനം നൽകാൻ വേണ്ടി, സമരം പൊളിക്കാൻ വേണ്ടി CIT തന്നെ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഞാനത് മനസ്സിലാകണമല്ലോ. ഗവൺമെന്റ് ആദ്യം 2 മന്ത്രിമാർ ഈ സമരത്തെ അപഹസിച്ച് സംസാരിച്ചു. സമരം ചെയ്യുന്ന സ്ത്രീകളല്ല, ന്യായമായ ആവശ്യമല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റൂ. 1 മണിക്കൂർ 2 മണിക്കൂർ ജോലി ചെയ്താൽ മതി എന്ന് പറഞ്ഞ് 7000 രൂപ വേതന ഓണറേറിയം കൊടുത്തിരുന്ന സ്ഥലത്ത് 12ഉം 14ഉം മണിക്കൂർ അവർ ജോലി ചെയ്യണം. എല്ലാ പുതിയ ജോലികളും അവരുടെ തലയിൽ വയ്ക്കുന്നു. അവർക്ക് ഒരു 21,000 രൂപ മിനിമം കൂലി സംസ്ഥാനത്ത് ഒരു ദിവസം 600 രൂപയാണ്.
ഒരു 21,000 രൂപ വേണമെന്ന് പറഞ്ഞ് അവർ സമരം ചെയ്യുന്നു. അവരുടെ 3 മാസത്തെ ഓണറേറിയം കുടിശ്ശികയാണ്. സമരം ചെയ്യുന്നത് കേരളത്തിൽ തെറ്റാണോ? ഇപ്പൊ സമരം ചെയ്തവരെ പരിഹസിക്കുകയാണ്. സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു പോയ പൊതുകാര്യ പ്രസക്തരായ ആളുകൾക്ക് പോലീസ് നോട്ടീസ് കൊടുക്കുകയാണ്. 48 മണിക്കൂറിനകം സ്റ്റേഷനിൽ ഹാജരാണ്. KG ദാരയ്ക്കും ജോസഫ് സി മാത്യുവിനും അടക്കമുള്ള ആളുകൾക്ക് നോട്ടീസ് കൊടുക്കുകയാണ്. എന്നിട്ട് ബദൽ സമരം വെച്ചിട്ട് ഇവരെ പരിഹസിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ? അല്ലേ റൈറ്റ് എക്സ്ട്രീം തീവ്ര വലതുപക്ഷ പാർട്ടിയാണോ കേരളം ഭരിക്കുന്നത്? മുതലാളിത്ത സ്വഭാവമാണ്. ഈ തീവ്ര വലതുപക്ഷ ഗവൺമെന്റുകൾ ഭരിക്കുന്ന സ്ഥലങ്ങളിൽ പോലും ഇതുപോലെ സമരത്തെ നേരിടുന്നില്ല. സമരം ചെയ്ത് ട്രാൻസ്പോർട്ട് ജീവനക്കാർ ശമ്പളം കിട്ടാത്തതുകൊണ്ട് സമരം ചെയ്തു, അവർക്ക് ഡൈസ് നോണാക്കി. രണ്ടാമതൊരു ഉത്തരവാണ്, സമരം ചെയ്തവർക്ക് ശമ്പളം എഴുതണ്ടെന്നു. കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണോ? സമരം ചെയ്തവർക്ക് പണ്ട് ട്രാൻസ്പോർട്ട് ബസ് അങ്ങനെ തന്നെ കത്തിച്ചിട്ട് അറിയാലോ, അതിൻ്റെ അകത്തുണ്ടായിരുന്ന 4 പേരെ ജീവനോടെ കത്തിച്ചു കളഞ്ഞ പാർട്ടിയാണ് സമരം ചെയ്തിട്ട് 70s. ഞാൻ കണക്ക് പറയാം, മട്ടന്നൂര് ട്രാൻസ്പോർട്ട് ബസ് കത്തിച്ച് ആ ബസ്സിൽ പോണവർക്ക് ഇറങ്ങി ഓടാനുള്ള അനുമതി പോലും കൊടുത്തില്ല. 4 പേര് ബസ്സിലിരുന്ന് വെന്തു മരിച്ചു. അങ്ങനെ ബസ്സിന് തീ കൊളുത്തി കേരളം സമരം ചെയ്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് CPM. അധികാരത്തിലിരിക്കുമ്പോൾ തൊഴിലാളി പാർട്ടി മുതലാളിത്ത പാർട്ടിയെ ഈ പാവങ്ങളെങ്കിലും അപമാനിക്കണോ? സ്ത്രീകളല്ലേ, അവർ ഭീഷണിപ്പെടുത്തുകയാണ്. ഒരു ഭീഷണിയും വേണ്ട, അവരെ കൂടെ ഞങ്ങളുണ്ട്. ഞങ്ങൾ ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങൾക്ക് പിന്നിൽ ലഹരി മാഫിയയാണ്. എന്നാൽ ഇവരെ പിടികൂടുന്നതിനോ ഇടപെടുന്നതിനോ പോലീസ് യാതൊരു വിധത്തിലുള്ള ശുഷ്കാന്തിയും കാണിക്കുന്നില്ല. ഇതിനൊക്കെ കാരണം ഭരിക്കുന്ന പാർട്ടിയുടെ പിന്തുണ ലഹരി മാഫിയയ്ക്ക് ലഭിക്കുന്നു എന്നുള്ളതാണെന്നും കുറ്റപ്പെടുത്തുന്നു പ്രതിപക്ഷ നേതാവ്. ഒപ്പം ആശാ വർക്കർമാരുടെ സമരം അത് അടിച്ചമർത്താനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്നും VD സതീശൻ പറഞ്ഞു.